going to discuss about multiplier. ഇപ്പോൾ മൾട്ടിപ്ലെയർ എന്ന ഭാഗത്ത് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലെയറും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ ഓർ ഇൻകം മൾട്ടിപ്ലെയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് RF Gan ആണ്. എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലെയർ മീൻസ് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ടു ദി ഇൻക്രീസ് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഡെൽറ്റ എന്നും പ്രൈമറി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഡെൽറ്റ N1 കൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രൈമറി എംപ്ലോയ്മെൻറ്റിൽ എന്തെങ്കിലും വർധനവുണ്ടായാൽ ടോട്ടൽ എംപ്ലോയ്മെൻറ്റിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലെയർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എങ്ങനെയാണ്? ഡെൽറ്റ N ഈസ് ഈക്വൽ ടു K ഡാഷ് ഡെൽറ്റ N1. അപ്പോൾ ഡെൽറ്റ N എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്. ഡെൽറ്റ N1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ പ്രൈമറി എംപ്ലോയ്മെൻറ്റിൽ വരുന്ന മാറ്റം K ടൈംസ് ആണ് എന്ത് വരിക? ടോട്ടൽ എംപ്ലോയ്മെൻറ്റിലുള്ള ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലെയർ കിട്ടും. അത് K ഡാഷ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ N ബൈ ഡെൽറ്റ N1. അപ്പോൾ K എന്ന് പറയുന്നതാണ് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലെയർ. അപ്പോൾ നമ്മൾ പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ടോട്ടൽ എംപ്ലോയ്മെൻ്റ് ഒക്കെ പറഞ്ഞു. അത് എന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി എംപ്ലോയ്മെൻറ്റും സെക്കൻഡറി എംപ്ലോയ്മെൻറ്റും കൂടിയിട്ടുള്ളതാണ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ പ്രൈമറി എംപ്ലോയ്മെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എനി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അത് ഭാഗമായിട്ടുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെയാണ് എന്ത് പറയുക? പ്രൈമറി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് എ എംപ്ലോയ്മെൻറ്റ് വിച്ച് ഒക്കേഴ്സ് ഇൻ കൺസംഷൻ ഇൻഡസ്ട്രീസ്. അത് കൺസംഷൻ ഇൻഡസ്ട്രീസിലാണ് നടക്കുന്നത്. സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ് നടക്കുന്നത് കൺസംഷൻ ഇൻഡസ്ട്രീസിലാണ്. എങ്ങനെ കൺസംഷൻ ഇൻഡസ്ട്രീസിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ പ്രൈമറി എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൺസംഷൻ ഇൻഡസ്ട്രീസിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പബ്ലിക് വർക്ക്സ്, അതായത് ഡ്രെയിനേജ്, ഡിഗ്ഗിങ്, റോഡ്, അതിലൊക്കെ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്യും? ജോലി കിട്ടും അല്ലേ? അതാണ് എന്ത് ചെയ്യുക? അപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവിടെ ആളുകൾക്ക് ജോലി കിട്ടി. അതാണ് പ്രൈമറി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഇൻകം വരും. ഇൻകം വരുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ ഔട്ട്പുട്ട് കൂട്ടണം. ഈ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കൺസംഷൻ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും? കൂടുതൽ ആളുകളെ ജോലിക്ക് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. അതാണ് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് പബ്ലിക് വർക്ക്സ് ആയിട്ടുള്ള റോഡിലൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും കൺസംഷൻ ഇൻഡസ്ട്രീസിൽ. അതാണ് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ്. പ്രൊഫസർ ഗാൻ ഹെൽഡ് ദാറ്റ് എ പ്രൈമറി ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഇൻ പബ്ലിക് വർക്ക്സ് ജനറേറ്റ്സ് എ വെരി ലാർജ് വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ഗാൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് വർക്ക്സിൽ എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും? പിന്നെ അധികം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടെ ഉണ്ടാകും, അതായത് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ഉള്ള വർധനവ് എങ്ങനെയാണ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റിനെ വർദ്ധിപ്പിക്കുന്നത്? അതാണ് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയറിലൂടെ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലയർ. ഇപ്പോൾ കെയ്ൻസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറും അതുപോലെ ഇൻകം മൾട്ടിപ്ലയറും ഒക്കെ കൊണ്ടുവന്നത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണിക്കുന്നത് ഇറ്റ് ഷോസ് ദ ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ഇൻകം ഡെൽറ്റ വൈ ടു ദ ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഡെൽറ്റ ഐ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്താണ് കാണിക്കുന്നത്? ഇൻകത്തിൽ എന്ത് മാറ്റം വരുന്നു, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ എന്ത് മാറ്റം വരുന്നു, ആ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കാനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ when there is an increment of investment, income will increase by an amount which is K times the increment in investment. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം വർദ്ധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം വർദ്ധിക്കും. എത്രയാണ് ഇൻകം വർദ്ധിക്കുന്നത്? ബൈ ആൻ എമൗണ്ട് വിച്ച് ഈസ് K ടൈംസ് ദ ഇൻക്രിമെൻറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ K ടൈംസ് വർധനവ് എവിടെ ഉണ്ടാവും? ഇൻകത്തിലുണ്ടാവും. അതാണ് കെയ്ൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിലൂടെ പറഞ്ഞിട്ടുള്ളത്. സോ അത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറയുന്ന ഒരു ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ
ഇൻകം. കെ ഇൻറ്റു ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കെ ടൈംസ് ആകുമ്പോൾ അത് ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും, ഇൻകത്തിൽ മാറ്റത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെ, അതായത് മൾട്ടിപ്ലയർ എത്രയാണെന്ന് കിട്ടും. കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. കെ ഇവിടെ നിർത്തുമ്പോൾ ഡെൽറ്റ ഐ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. ഓക്കെ, അത് ഡിനോമിനേറ്റർ ആയിട്ട് മാറും. അപ്പോൾ കെ ഈസ് ഈക്വൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എന്ന് കിട്ടി. അപ്പോൾ കെ എന്ന് പറയുന്നതാണ് എന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലെയർ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതുക? കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. അപ്പോൾ ഒരു മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൾട്ടിപ്ലെയർ ഈസ് ദി റേഷ്യോ ഓഫ് ദി ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ടു ദി ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് നാഷണൽ ഇൻകത്തിൽ എന്ത് മാറ്റം വരുത്തുന്നു അത് തമ്മിലുള്ള റേഷ്യോ ആണ് മൾട്ടിപ്ലെയർ, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലെയർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എം പി സിയും മൾട്ടിപ്ലെയറും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, റിലേഷനാണ്. എം പി സിയും മൾട്ടിപ്ലെയറും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, എം പി സി തന്നാൽ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലെയർ കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി പറയുന്നത്. ദ വാല്യൂ ഓഫ് ദ മൾട്ടിപ്ലെയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി എം പി സി. അപ്പം ഒരു മൾട്ടിപ്ലെയറിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നതിനൊരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ ഉണ്ട് എം പി സിക്ക്. The size of the multiplier varies directly with the size of MPC. അപ്പോൾ എം പി സിയുടെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ചിട്ട് തന്നെ മൾട്ടിപ്ലെയറുടെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എം പി സി കൂടുതലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ എം പി സിയും മൾട്ടിപ്ലെയറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. എം പി സി കൂടുതലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ കൂടുതലായിരിക്കും, എം പി സി കുറവാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയറും കുറവായിരിക്കും. ഓക്കെ, when MPC is high the multiplier is high and when the MPC is low the multiplier is also low. So theoretically the value of the multiplier varies between 1 and infinity. അപ്പോൾ മൾട്ടിപ്ലെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 അതേപോലെ ഇൻഫിനിറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ ദ എം പി സി 0 ദ മൾട്ടിപ്ലെയർ ഈസ് 1. എം പി സി 0 ആവുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ 1 ആയിരിക്കും. If the MPC is equal to 1, the value of the multiplier is infinity. Okay, അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് മൾട്ടിപ്ലെയറും എം പി സിയും തമ്മിലുള്ള ബന്ധം ഡയറക്റ്റ് ആണ്. ഒന്ന് കൂടുകയാണ്, എം പി സി കൂടുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയറും കൂടും, എം പി സി കുറവാകുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയറും കുറയും. അപ്പോൾ അതിൻ്റെ വാല്യൂ, മൾട്ടിപ്ലെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ൻ്റെ ഇൻഫിനിറ്റിൻ്റെയും ഇടയിലാണ്. എം പി സി 0 ആവുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ 1 ആയിരിക്കും. ഓക്കെ, എം പി സി 0 ആവുകയാണെങ്കിൽ എന്താണ്? മൾട്ടിപ്ലെയർ 1 ആയിരിക്കും. എം പി സി ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദ മൾട്ടിപ്ലെയർ ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് കെ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് എം പി സി. ഓക്കെ, അപ്പോൾ കെ എന്ന് പറയുന്നത് നമുക്ക് എം പി സി തന്നാൽ എങ്ങനെയാണ് മൾട്ടിപ്ലെയർ കാണുക? 1/1 മൈനസ് എം പി സി. ദ മൾട്ടിപ്ലെയർ ഈസ് ഈക്വൽ ടു ദി റെസിപ്രോക്കൽ ഓഫ് 1 മൈനസ് ദി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് എം പി സി ഈസ് ഈക്വൽ ടു 1 മൈനസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി മൾട്ടിപ്ലെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് ഈസ് ദി റെസിപ്രോക്കൽ 1/റെസിപ്രോക്കൽ ഓഫ് 1 മൈനസ് ദി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, മൾട്ടിപ്ലെയറിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് കെ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് എം പി സി എന്നുള്ള ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ കിട്ടും അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലെയർ കിട്ടും എന്ന് പറഞ്ഞു. ഈ 1 മൈനസ് എം പി സി എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? എം പി എസിന് ഈക്വലാണ്. അത് നമ്മൾ നേരത്തെ ആട്രിബ്യൂട്ട്സ്, ടെക്നിക്കൽ ആട്രിബ്യൂട്ട്സ് ഓഫ് കൺസംഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 മൈനസ് എം പി സി എന്ന് പറയുന്നത് എം പി എസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 1 മൈനസ് എം പി സിക്ക് പകരം നമ്മൾ എം പി എസും കൂടെ കൊടുക്കുക. അപ്പോൾ 1/എം പി എസ് എന്ന് പറഞ്ഞാലും കെക്ക് ഈക്വലാണ്. 1/1 മൈനസ് എം പി സി എന്ന് പറയുന്നത് തന്നെയാണ് 1/എം പി എസ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് അതും ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയറിന് അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലെയറിന് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടേബിളിൽ എം പി സിയും അതുപോലെ മൾട്ടിപ്ലെയറും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എം പി സി
MPC 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മൾട്ടിപ്ലയർ 1 ആയിരിക്കും. MPC 0.5 ആണ്, 1/2 ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലയർ 2 ആയിരിക്കും. 2/3 ആണെങ്കിൽ 3, 3/4 ആണെങ്കിൽ 4, 0.80 ആണെങ്കിൽ 5, അതുപോലെ 1 ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി. ഓക്കെ, ഇപ്പം അതൊന്നും ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ 1/2 അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ 1/1 - MPC ആണ് K അല്ലേ. K = 1/1 - MPC. അപ്പോൾ 1/1 - 1/2, അതായത് 0.5 ആണ്. അപ്പോൾ 1/1 - 0.5, ഇപ്പോൾ എത്രയാണ്? 1/0.5 കിട്ടും. ആൻസർ 2 വരും. 1/0.5 എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ വരിക. അതേപോലെ ഇതൊക്കെ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി മൾട്ടിപ്ലയർ ഇഫക്റ്റ്. മൾട്ടിപ്ലയർ ഇഫക്റ്റിനെ എങ്ങനെ ഗ്രാഫിക്കലി ഡയഗ്രമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ഷോൺ ഇൻ ദി ഫോളോയിങ് ഡയഗ്രാം. അപ്പോൾ മൾട്ടിപ്ലയർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മൾട്ടിപ്ലയർ ഇഫക്റ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കെയ്നീഷ്യൻ ക്രോസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എക്സ് ആക്സിസിൽ ഇൻകം, വൈ ആക്സിസിൽ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് സിയിലെ നേരത്തെ പഠിച്ചതാണ്. ഇത് കൺസംഷൻ കർവാണ്. പിന്നെ C+I എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ്. ഇത് C'+I' എന്ന് പറയുന്ന മാറ്റം, സിയിലും അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലും മാറ്റം വന്നാൽ വരുന്ന പുതിയ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ്. ഇത് 45 ഡിഗ്രി ലൈൻ എന്താണ്? അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആക്സിൽ ഇൻകം, വൈ ആക്സിൽ കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺസംഷൻ കർവ് വരച്ചിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് MPC 1/2 ആണ് എന്നുള്ള രീതിയിലാണ്, 0.5 ആണ് എന്നുള്ള രീതിയിലാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വരച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ലെവൽസ് ഓഫ് ഇൻകത്തിലും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി കർവ് എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൺസംഷൻ കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് MPC ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 0.5 ആണ്. അപ്പോൾ നമുക്ക് 45 ഡിഗ്രി അഗ്രിഗേറ്റ് സപ്ലൈ കർവും അതേപോലെ C+I എന്ന് പറയുന്ന ഒറിജിനൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം പോയിന്റ് നമുക്ക് കിട്ടി അല്ലേ. ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം പോയിന്റ്. അതായത് C+I കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇത്. ഇത് ഇക്വിലിബ്രിയം പോയിന്റാണ്. അപ്പോൾ ഈ ഒറിജിനൽ ഇക്വിലിബ്രിയം പോയിന്റാണിത്. അതിൽ നിന്ന് താഴേക്ക് വരച്ചാൽ നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കിട്ടും, Y0. നമ്മൾ കാണുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഇൻകത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആണല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിച്ചാൽ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. അതാണ് C+I' കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് വർദ്ധിച്ചത്? ഈ ഒരു ഗ്യാപ്പാണല്ലേ, ഈ ഒരു ഗ്യാപ്പാണ് വർദ്ധിച്ചത്. ΔI ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻകം എത്രയാണ് വർദ്ധിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയാൽ നമുക്ക് മൾട്ടിപ്ലയർ ഇഫക്റ്റ് മനസ്സിലാവും. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവും പുതിയ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും കൂട്ടിമുട്ടിയാൽ കിട്ടുന്ന E1 ആണ്. അപ്പോൾ അതിൽ നിന്ന് താഴേക്ക് വരച്ചാൽ ഇൻകം ലെവലും കിട്ടി. അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇൻകം എത്ര മാറി, അതാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ ഇതാണ് ഈ മാറ്റം എന്ന് പറയുന്നത് ΔI ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. E1 നിന്ന് ഇത്രയാണ് E1. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇത്രയും എന്നുള്ള ഒരു ഗ്യാപ്പും ഇതും സെയിം ആണ്. അപ്പോൾ ഇതാണ് ΔI. ഇതിൻ്റെ ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇൻകത്തിൽ എത്ര മാറ്റം വന്നു? Y0യിൽ നിന്ന് Y1ലേക്ക് മാറി. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനേക്കാളും ഇരട്ടിയായിട്ടാണ് ഇത് ഇൻക്രീസ് ചെയ്തത് അല്ലേ. ഇതിനേക്കാളും ΔIനേക്കാളും ഇരട്ടിയായിട്ട് എന്ത് ചെയ്തു? 2 മടങ്ങായിട്ട് ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എത്ര ആയിരുന്നു? 0.5 ആയിരുന്നു, 1/2 ആയിരുന്നു. അപ്പോൾ മൾട്ടിപ്ലയർ എത്രയായി കിട്ടുക? 2 ആണല്ലേ. അപ്പോൾ 2 ടൈംസ് ആണ് വരിക. അപ്പോൾ ഇത്ര ഇൻക്രീസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിന് 2 മടങ്ങായിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, ഇൻകം ഇൻക്രീസ് ചെയ്തു. അതാണ് മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൾട്ടിപ്ലയർ പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയറിൻ്റെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞത് K = 1/1 - MPC. പിന്നെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് മൾട്ടിപ്ലയർ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ്.